ഹായ് ഫ്രണ്ട്സ്, നിരവധി ആളുകൾ സമയം ചെലവഴിക്കുന്ന ഒരു സ്ഥലമാണ് യൂട്യൂബ് എന്ന് പറയുന്നത്. കണ്ടന്റുകൾ കാണാൻ മാത്രമല്ല, കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാനും അത് അപ്ലോഡ് ചെയ്യാനും മറ്റുള്ളവരെ കാണിക്കാനും ഒക്കെയുള്ള ഒരിടം തന്നെയാണ് യൂട്യൂബ് എന്ന് പറയുന്നത്. അതിൽ ചിലർ ഒരേ രീതിയിലുള്ള കണ്ടന്റുകൾ ആവർത്തിക്കുകയും അല്ലെങ്കിൽ മറ്റുള്ള കണ്ടന്റുകളെ കൂടുതലായിട്ട് ക്രിയേറ്റ് ചെയ്ത് ഇടുകയും അല്ലെങ്കിൽ AI സിസ്റ്റം ഉപയോഗിച്ചിട്ട് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വീഡിയോസ് ചെയ്യുന്ന ചാനലുകൾക്കെതിരായിട്ടോ അല്ലെങ്കിൽ ഇത്തരത്തിൽ വീഡിയോസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് യൂട്യൂബ് ഒരു പുതിയ പേയ്മെൻറ്റ് സിസ്റ്റം കൊണ്ടുവന്നിരിക്കുകയാണ്. ലോ എഫേർട്ട് കണ്ടന്റുകൾ, അതായത് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കാണുന്ന വീഡിയോസുകളെ ചുമ്മാ എടുത്തിടുക അല്ലെങ്കിൽ യാതൊരു വിധത്തിലുള്ള കണ്ടന്റും ഇല്ലാതെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് യാതൊരു വിധത്തിലുള്ള അധ്വാനവും ഇല്ലാത്ത വീഡിയോസുകൾ, അത്തരത്തിലുള്ള വീഡിയോസുകൾക്കും ഇത് ബാധകമാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ നമുക്ക് ലോ എഫേർട്ട് വീഡിയോകൾ എന്ന് പറയുമ്പോഴത്തേനും ക്യാമറയുടെ ക്വാളിറ്റിയോ അല്ല, അങ്ങനെയൊന്നുമല്ല നോക്കുന്നത്. ഇപ്പം നമ്മളിപ്പോൾ മൊബൈലിൽ ഷൂട്ട് ചെയ്യുന്നവരായിരിക്കുമല്ലോ മിക്കപ്പോഴും ഉള്ളവർ, അങ്ങനെയൊന്നുമല്ല നോക്കുന്നത്. ലോ എഫേർട്ട് വീഡിയോസ് എന്ന് പറയുന്ന സമയത്ത് യാതൊരു വിധത്തിലുള്ള എഫേർട്ടും കൊടുക്കാതെ ഇടുന്ന വീഡിയോസ്, അത്തരത്തിലുള്ള വീഡിയോസ് നമുക്ക് എന്തായാലും കാണുമ്പോഴത്തേനും മനസ്സിലാവില്ല. അതുപോലെയുള്ള വീഡിയോസിനെയും ഈ ഒരു സിസ്റ്റം ബാധിക്കും. അപ്പോൾ ഇനി മുതൽ ക്രിയേറ്റേഴ്സ് ഒറിജിനലും ആധികാരികവുമായിട്ടുള്ള വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് യൂട്യൂബ് ഇത്തരത്തിലുള്ള ഒരു സിസ്റ്റം കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് ജൂലൈ 15 മുതൽ പ്രാബല്യത്തിൽ വരുമെന്നാണ് യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്നും അറിയാനായിട്ട് സാധിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ മറ്റുള്ള ആരുടെയെങ്കിലും ഒരു വീഡിയോയുടെ ഉള്ളടക്കം എടുത്തിട്ട് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങളുടേതായിട്ടുള്ള ഒരു ഇൻപുട്ട് നിങ്ങൾ ഉണ്ടാക്കിയിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ആരുടെയെങ്കിലും ഒരു വീഡിയോ എടുത്തിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായം അതിൽ കൂടുതൽ, ആ വീഡിയോയിനേക്കാളും നിങ്ങളുടെ ഒരു ഇൻപുട്ട് എന്താണോ അത് ആ വീഡിയോയിൽ നിങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കണം എന്നാണ് യൂട്യൂബ് നമുക്ക് തരുന്ന ആ ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. മറ്റുള്ളവരുടെ ഉള്ളടക്കം എടുത്ത വീഡിയോസ് ചെയ്യുമ്പോൾ അതിൽ നമ്മൾ എന്താണോ അതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ആ കാര്യത്തെ കൂടുതലായിട്ടും ആ വീഡിയോയിനേക്കാളും മുൻനിർത്തി നിർത്തുക എന്നുള്ളതാണ് യൂട്യൂബ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു വീഡിയോ നമ്മളെ കാണാനായിട്ട് ഏറ്റവും കൂടുതൽ പ്രേരിപ്പിക്കുന്നത് ആ വീഡിയോയുടെ തംബ്ലൈനാണ്. ഇപ്പോൾ ചില വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിലുള്ള തംബ്ലൈനും കാര്യങ്ങളൊക്കെ ഇപ്പോൾ 10 ലക്ഷം രൂപ നേടാം, അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര ലക്ഷം രൂപ കിട്ടും, നിങ്ങൾക്ക് ലോട്ടറി അടിക്കും, അതുപോലെയുള്ള നമ്മൾ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള തംബ്ലൈൻസ്. അതുപോലെ തന്നെ തംബ്ലൈന് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ തംബ്ലൈനിലുള്ള ഒരു കാര്യവും ആ വീഡിയോയിൽ ഉണ്ടായെന്ന് വരില്ല. അത്തരത്തിലുള്ള വീഡിയോസിനെയും ഈ ഒരു സിസ്റ്റം ബാധിക്കുന്നതായിരിക്കും. നമ്മൾ ചെയ്യുന്ന വീഡിയോയുടെ ഉള്ളടക്കത്തിൻ്റെ പ്രാധാന്യം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് യൂട്യൂബ് ഇത്തരത്തിലുള്ള ഒരു നടപടി കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ജൂലൈ 15 മുതൽ പ്രാവർത്തികമാക്കും എന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.